ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ അനീഷ് കാവാലത്തിൻ്റെ വളരെ വൈറലായ ഒരു പ്രസംഗം, അതിൽ ഉപദേശപരമായിട്ടുള്ള ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിരുന്നു. ആ വീഡിയോ അത്യാവശ്യം ആളുകൾ കാണുവാനിടയായി. ഏതാണ്ട് 2600-ലധികം ആളുകൾ ആ വീഡിയോ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ചില കമൻറ്റുകൾ, ചിലത് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട കമൻറ്റുകളാണ്. എന്നിരുന്നാലും ആ കമൻറ്റുകളെക്കുറിച്ചുള്ള ഒരു റിയാക്ഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ കമൻറ്റിന് അല്ലെങ്കിൽ ഇത്തരം കമൻസുകൾക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ കമൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ കമൻറ്റുകൾക്കും ഇൻഡിവിജ്വലി നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, സമയമില്ലായ്മയുടെ ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ചില ചോദ്യങ്ങൾ, കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലായി മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ടൈപ്പ് ചെയ്യുവാനും അല്ലെങ്കിൽ നമ്മൾ എഴുതിയൊക്കെ ഇടുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായി കൺവേ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ കമൻറ്റുകൾക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ റിയാക്ഷനായി ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ തന്നെ ആ കമൻസുകളിലേക്ക് പോകാം. പ്രധാനമായിട്ടും വിമർശനത്തിൻ്റെ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികം. പാസ്റ്റർ അനീഷ് കാവാലത്തെ പോലെ വളരെ പ്രസിദ്ധനായ പെന്തക്കോസിലെ ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ ഓരോ വർഷവും കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിരുന്നു ഇത്തരം ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കെതിരായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായും വിമർശനങ്ങൾ ഉയരുമെന്നും പലതരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷേ ചില കമൻറ്റുകൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിലവാരമൊക്കെ വിട്ട് പോയ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളൊന്നും നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വന്നിട്ടുള്ള കമൻറ്റ് 100ഓളം കമൻറ്റുകളിൽ വളരെ കുറച്ച് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. പാസ്റ്റർ അനീഷ് കാവാലത്തോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെ അദ്ദേഹത്തോട് എനിക്ക് വിരോധമോ ഇല്ല. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്. വളരെ മാന്യമായി തന്നെ പെരുമാറുന്ന ഒരു മാന്യദേഹമാണ്. എന്നാൽ ഇദ്ദേഹം കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് കയറുമ്പോൾ, പ്രസംഗിക്കുവാൻ വേണ്ടി കയറുമ്പോൾ, ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും 100-ൽ ഒരു 90% കാര്യങ്ങളും ബൈബിളീകമായി അംഗീകരിക്കാൻ പറ്റാത്തതും TPM-ൽ നിന്ന് കടമെടുത്ത, ഞാൻ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. TPM-ൻ്റെ ഉപദേശങ്ങളെ എടുത്തുകൊണ്ട് പെന്തക്കോസ്ത് കൺവെൻഷനുകളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ബൈബിളീകമായ ഉപദേശമല്ല, അല്ലെങ്കിൽ പുതിയ നിയമ ഉപദേശമല്ല, അദ്ദേഹം പറയുന്ന ഉപദേശങ്ങളിൽ കൂടുതലും TPM സഭ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളും ഉപദേശങ്ങളുമാണ് അദ്ദേഹം പറയുന്നത്. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തോടെന്നല്ല, യാതൊരു വ്യക്തികളോടും, ഒരു സുവിശേഷ പ്രസംഗകരോടും ഒരു ഉപദേശികളോടും എനിക്ക് വ്യക്തിപരമായി യാതൊരു വിദ്വേഷമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ ഇല്ല. പക്ഷേ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കൺവെൻഷൻ പ്രസംഗകർ പൊതുവേദികളിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ വിശ്വാസികൾ മാത്രമല്ല ഈ പ്രസംഗം കേൾക്കുന്നത്. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കാൾ 1000 മടങ്ങെങ്കിലും ആളുകൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും യൂട്യൂബ് ചാനലുകളിലൂടെയും. അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ആളുകളൊക്കെയാണ് കാണുന്നതും അത് മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്ന ഇത്തരം പ്രസംഗങ്ങളൊക്കെ. ഈ 3 ലക്ഷം ആളുകളിലേക്ക് ചെല്ലുന്ന ഉപദേശം എന്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതാണ്. വിശ്വാസികൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് കോളത്തിലുള്ള വിശ്വാസികളും അതുപോലെ തന്നെ പാസ്റ്റർമാരും കൺവെൻഷൻ സംഘാടകരും എന്ത് തരത്തിലുള്ള സന്ദേശമാണ്
നമ്മൾ കൺവെൻഷൻ വേദികളിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നിലവാരമുള്ള ഉപദേശമാണോ പുറത്തോട്ട് കൊടുക്കുന്നത്? ക്രിസ്തുവിനെയാണോ ഉപദേശിക്കുന്നത്? പുതിയ നിയമം പറയുന്ന ഉപദേശമാണോ ആളുകളിലേക്ക് എത്തുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും എല്ലാ സംഘാടകരും, കൺവെൻഷൻ വേദികളിലെ സംഘാടകരും, അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന വിശ്വാസികളും വിലയിരുത്തേണ്ടത് വളരെ ആവശ്യകരമായൊരു കാര്യമാണ്. അതല്ലാതെ കൺവെൻഷൻ വേദികളിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക, അത് ബൈബിളീകമാണെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ ആയിരിക്കും മറ്റുള്ളവർ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഈ പറയുന്ന ഉപദേശങ്ങളെല്ലാം ബിബ്ലിക്കലാണെന്നും ബൈബിളിലെ ദൈവം ഇത്തരത്തിലൊരു ദൈവമാണെന്നും ഉള്ള ഒരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പടരും. ഇപ്പോൾ ഞാനന്ന് ചെയ്ത വീഡിയോ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു കൺവെൻഷൻ വേദിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ അന്ന് റിയാക്ട് ചെയ്തത്. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ അതിനകത്ത് പറയുന്നത്? ബർത്ത്ഡേ ആഘോഷിക്കരുത് ബെന്തക്കോസ് വിശ്വാസികൾ, ബർത്ത്ഡേ ആഘോഷിച്ചാൽ വട്ടായി പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? എല്ലാ ക്രിസ്തീയ ഉപദേശികളുടെയും അടിസ്ഥാന ഗ്രന്ഥം ബൈബിൾ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ തന്നെ പുതിയ നിയമമാണ്, പുതിയ നിയമസഭയാണ്, പുതിയ നിയമ വിശ്വാസികളാണ് നാം എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും മറിച്ചും തിരിച്ചും പരതി നോക്കിയിട്ടും ജന്മദിനം ആഘോഷിക്കുന്നത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ബൈബിൾ വിരുദ്ധമാണ്, അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നത്, ബൈബിൾ വിരുദ്ധമാണെന്നോ അത് തെറ്റാണെന്നോ, അങ്ങനെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വട്ടുപിടിക്കുമെന്നോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ശൈലിയിൽ പറയുന്നതാകാം. അദ്ദേഹം അത് ഉപദേശമാണെന്നോ അല്ലെങ്കിൽ ബൈബിളികമാണെന്നോ ഉദ്ദേശിച്ചല്ലായിരിക്കും പറയുന്നത്. പക്ഷെ ഇത് പുറത്ത് കേൾക്കുന്നവർ അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ അത്തരം ഒരു പരാമർശത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അത് ഇനിയും ഉണ്ടാകും, ശക്തമായി തന്നെ ഉണ്ടാകും. ബൈബിളീകമല്ലാത്തതോ ക്രിസ്തുവിനെ പ്രസംഗിക്കാത്തതോ ആയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും ഈ ചാനലിലൂടെ നമ്മൾ ഉറപ്പായും അതിന് പ്രതികരണം ഉണ്ടാകും. തീർച്ചയായിട്ടും അത്തരം പ്രസംഗങ്ങളിലെ തെറ്റുകളും അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ചാനൽ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ 2600-ലധികം ആളുകൾ കണ്ട ആ റിയാക്ഷൻ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ്. ആ കമൻറ്റുകളിലൂടെ നമുക്ക് വേഗത്തിലൊന്ന് പോകാം. എന്നിട്ട് ആ ഓരോ കമൻറ്റിനും പ്രധാനപ്പെട്ട പ്രസക്തമെന്ന് എനിക്ക് തോന്നിയ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നു. ആ കമൻറ്റുകളിൽ നമുക്ക് ഓരോന്നും നോക്കി അതിന് ഉചിതമായ ഒരു മറുപടി നൽകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി ഈ കമൻ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടല്ലോ, 2 കമൻറ്റുകളാണ് അവിടെ കിടക്കുന്നത്. 2 പേര് അയച്ച കമൻറ്റുകളാണ്. ഒന്നാമത് ഹീസ് എ ഗുഡ് പ്രീച്ചർ, അങ്ങനെ തൊട്ട് താഴെ തന്നെ അനീഷ് കാവാലം നല്ല പ്രസംഗകൻ തന്നെയാണ് ബ്രദർ. ഇങ്ങനെ 2 പേര് 2 അഭിപ്രായങ്ങൾ, അല്ലെ ഒരേ അഭിപ്രായം തന്നെ 2 പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്ത് യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായമില്ല. അനീഷ് കാവാലം നല്ല പ്രീച്ചറാണ്, നല്ലതുപോലെ പ്രസംഗിക്കുന്ന ആളാണ്, സംശയമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വളരെ മനോഹരമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ രസകരമായി കേട്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രസംഗങ്ങളുണ്ട് താനും. ഈ പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ഇത് എത്തത്തക്ക രീതിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് വളരെ രസകരം തന്നെയാണ്. അതിന് നമുക്കെതിരെ അഭിപ്രായമില്ല. അപ്പോൾ അനീഷ് കാവാലം എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു ഉപദേശി, അദ്ദേഹം നല്ല പ്രസംഗകനാണ് എന്ന ആ കമൻറ്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, നല്ല പ്രസംഗകനാണോ അല്ലയോ എന്നുള്ളതല്ല കൺവെൻഷൻ വേദികളിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ഉപദേശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിലയിരുത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നല്ല പ്രസംഗകർ, എത്രയോ പുകഴ്പെറ്റ പ്രസംഗകർ ഉണ്ടായ നാടാണ് നമ്മുടെ കേരളം. നമുക്ക് അഴീക്കോട് മാഷിനെ അറിയാമല്ലോ, സുകുമാർ അഴീക്കോട് മാഷിനെ അറിയാമല്ലോ. അതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് സുനിൽ പി ഇളയുടെ മാഷുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പ്രസംഗകരുണ്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെ അനീഷ് കാവാലം നല്ല പ്രസംഗകനാണ്. പക്ഷേ അനീഷ് കാവാലം പ്രസംഗിക്കുന്നതിൽ ക്രിസ്തു എവിടെ എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹം ഏത് വേദപുസ്തക വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നമുക്ക് വിലയിരുത്തേണ്ടത്. ഇപ്പൊ ക്രിസ്തുവിനെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടോ? യേശു എന്ന് പറയുന്ന രക്ഷകനെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ ക്രിസ്തുവാണ് യഥാർത്ഥ മാർഗമെന്നും ആ ക്രിസ്തുവിൽ എങ്ങനെ ഉറച്ചു നിൽക്കാം എന്നുള്ളതിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ടോ എന്നതിനെയാണ് വിലയിരുത്തേണ്ടത്. അദ്ദേഹം നല്ല പ്രസംഗകനാണോ എന്നുള്ളതിൽ ഇവിടെ പ്രസക്തിയില്ല. പ്രസംഗിക്കുവാൻ ഉള്ളൊരു കഴിവ് കിട്ടിയിട്ടുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ക്രിസ്തീയ പ്രസംഗമാണെന്നോ ഉപദേശമാണെന്നുള്ളതല്ല. അപ്പം അതാണ് ആ ഒരു കമൻറ്റിന് പറയാനുള്ള മറുപടി. അതിനപ്പുറം ഒരു മറുപടി ആ കമൻറ്റിന് പറയാനില്ല. അത് ഉചിതമായ മറുപടി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കമൻറ്റിലേക്ക് നമുക്ക് പോവാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു കമൻ്റാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടെ വായിക്കാം. താങ്കളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ വലിയ ജ്ഞാനിയായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എനിക്കറിയത്തില്ല അതെങ്ങനെ അത് മനസ്സിലാകുന്നു. ഒരാളുടെ പ്രായം വെച്ചാണോ ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, പ്രായമായതുകൊണ്ട് ജ്ഞാനിയാണെന്ന് പറയാൻ കഴിയത്തില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ മധ്യവയസ്കനോ അല്ലെങ്കിൽ നല്ല പ്രായമായ ഒരാളോ എന്നൊന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ജ്ഞാനിയാണോ അല്ലയോ എന്ന് ഒന്നാമത്തെ കാര്യം വിലയിരുത്താൻ പറ്റത്തില്ല. രണ്ടാമത് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ അത്ര വലിയ ജ്ഞാനിയല്ല. ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. അറിവുകൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് ആ ധാരണയെ ഞാൻ മനസ്സിലാക്കിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുന്നു. അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു കാര്യം വരുമ്പോൾ അതിനെ വിമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആശയത്തെയാണ് നമ്മൾ വ്യക്തികളെ വിമർശിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വലിയ ജ്ഞാനിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ അതിന് പറയുക. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്, പക്ഷേ അനീഷ് കാവാലം പോലെയുള്ള ഒരു ദൈവദാസനെ വിമർശിക്കാറായില്ല. ഞാൻ ഈ ഒരു വരി ഇതിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനിത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അതെന്താണ് വിമർശിച്ചാൽ, അനീഷ് കാവാലം എന്നല്ല, ഈ ലോകത്തിലെ എത്ര വലിയ, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിക്കും, സംശയമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് വളരെ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. വ്യക്തികൾ ചെയ്യുന്നതോ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി നമുക്ക് വിലയിരുത്തുവാനും അത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാക്കൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊതുബോധത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാൻ ഈ കമൻ്റ് ഇട്ട അദ്ദേഹത്തിനും സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്കും സാധിക്കും. അത് എൻ്റെ മാത്രം റൈറ്റ് അല്ല. അതുകൊണ്ട് അനീഷ് കാവാലം എന്നല്ല, ലോകത്തിൽ ഒരു വ്യക്തിയും, ഈ സൂര്യന് കീഴെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളും വിമർശനത്തിന് അതീതരല്ല. എല്ലാവരും വിമർശനത്തിന് അധീനരാണ്. പരസ്പരം വിമർശിക്കുക, അത് വളരെ കൺസ്ട്രക്റ്റീവ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടിയോ അയാളുടെ ഭാവി കളയുവാൻ വേണ്ടിയോ വേദികൾ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയോ അല്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് പൊതുബോധത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ആരെ വേണമെങ്കിലും നമുക്ക് കൃത്യമായി വിമർശിക്കാം. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട്. നമുക്കതിന് വ്യക്തമായൊരു അടിസ്ഥാനമുണ്ട്, ബൈബിൾ എന്ന അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം വെച്ചുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാമല്ലോ, അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ താങ്കൾ, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ഇത്രയും വലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജീവിക്കുന്ന താങ്കൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആർക്കാണ് വിമർശിക്കാൻ കഴിയാത്ത? ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ മാനിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതുകൊണ്ട് അനീഷ് കാവാലത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനീഷ് കാവാലത്തെ അല്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹം പറയുന്ന ചില വിരുദ്ധമായ കാര്യങ്ങളെയുമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇനിയും തുടരും കേട്ടോ. അദ്ദേഹം ഇത് കണ്ടാൽ മറുപടി പറയില്ല, പകരം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ? അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ, നല്ല കാര്യം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കണം, പുതിയ നിയമ പുസ്തകം ഒന്ന് തുറക്കണം, അത്രയും ചെയ്താൽ മതി. മറ്റൊരു കമന്റിൽ ഇങ്ങനെ കണ്ടിരുന്നു, അനീഷ് കാവാലത്തിന് 66 പുസ്തകങ്ങളും, ബൈബിളിലെ 66 പുസ്തകങ്ങളും കാണാപ്പാടമാണെന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മനഃപ്പാടമാക്കുക അല്ലെങ്കിൽ ബൈഹാർട്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കഴിവല്ല. അതൊരു എഫേർട്ടിന്റെ പരിണിത ഫലമാണ്. ഏത് വ്യക്തിക്കും കഴിയും. 66 പുസ്തകം എന്നല്ല, 600-ലധികം പുസ്തകങ്ങൾ മനഃപ്പാടമാക്കുന്ന വ്യക്തികളും കുട്ടികളുണ്ട് ഇവിടെ. 12 വയസ്സുള്ള കുട്ടികളൊക്കെ എന്തോരം കാര്യങ്ങളാണ്. ഖുറാൻ മുഴുവൻ അറിയാവുന്ന കുട്ടികളുണ്ടല്ലോ. ഭഗവത്ഗീത മുഴുവൻ കാണാപ്പാടം പഠിച്ച കുട്ടികളും വ്യക്തികളും ഉണ്ട് ഈ ഇന്ത്യയിൽ. അതിന് റെക്കോർഡുണ്ട്, ലോക റെക്കോർഡുണ്ട്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ആളുകളുണ്ട്.
അതുകൊണ്ട് ഒരു കാര്യം മനഃപ്പാഠമാക്കിയത് കൊണ്ട് ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല, എനിക്ക് തീരെ തോന്നുന്നില്ല. പക്ഷേ 66 പുസ്തകങ്ങളും മനഃപ്പാഠമാക്കി ഈ വ്യക്തി ഒരു പ്രാവശ്യം പോലും വേദിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ല. അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. നിങ്ങൾക്കത് എന്തുകൊണ്ട് ഈ മനസ്സിലായി? നിങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? കൺവെൻഷൻ വേദികളിൽ നിങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മോശ ചെങ്കടൽ കടത്തിയ കാര്യവും അല്ലെങ്കിൽ യോശുവ ഹായിപ്പട്ടണം പിടിച്ചടക്കിയ കാര്യം, ഏലിയാവ് തീയിറക്കിയ കാര്യമൊക്കെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളുടെ വിശ്വാസത്തിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമാണ്. കാരണം നമുക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നേ. ആത്മീകമായ വർധനവിനല്ലേ ഈ പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത്? അതല്ലേ നമ്മുടെ പ്രധാന ലക്ഷ്യം. ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ച, കർത്താവ് അനുവദിച്ചിട്ടുള്ള വളർച്ചയാ. അത് വളരണമെങ്കിൽ പഴയ നിയമമോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇൻസിഡന്റുകളോ വിവരിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തികളെ മാതൃകയാക്കിയിട്ട് കാര്യമുണ്ടോ? യോസഫ് ചെയ്ത കാര്യവും യാക്കോബ് ചെയ്ത കാര്യമൊക്കെ മാതൃകയാക്കിയിട്ട് കാര്യമില്ല. അതിന് ക്രിസ്തുവിനെ തന്നെ പിന്തുടർന്നെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അപ്പൊ താങ്കൾ ഇവിടെ പറയുന്നത് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ആ ഒരു പ്രചോദനം ദൈവാത്മാവ് കൊടുക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഈ പാസ്റ്ററെ ഒരു പരിചയവുമില്ല, എങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒരു ചാനലുകാരൻ എന്തെല്ലാം ആരോപണങ്ങൾ ബട്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ സ്റ്റേജ് കിട്ടിയത് ഈ പാസ്റ്റർക്കാണെന്ന് മനസ്സിലായി. അത് മറ്റൊരു കാര്യമാണ്. സ്റ്റേജ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്ന ഉപദേശങ്ങളെല്ലാം ശരിയാണോന്നില്ലല്ലോ ബ്രദറെ. ഓക്കെ, ഏത് ലൈവ് നോക്കിയാലും അവിടെ എല്ലാം ഈ പാസ്റ്റർ. അപ്പൊ കൂടുതലായി കാണുന്നത് നല്ലതാണെന്നാണോ താങ്കളുടെ ചിന്ത? ഒരുപാടുള്ളത് കൊണ്ട് അത് നല്ലതാണെന്നാണോ താങ്കളുടെ ചിന്ത? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ്, ബാക്കി 21% മാത്രമേ ഉള്ളൂ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് കയറിക്കഴിഞ്ഞാൽ അത് അഴുക്കാം. ഇപ്പൊ ഈ ഭൂമിയിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉണ്ടെന്നും പറഞ്ഞ് ഓക്സിജന് പകരം നമ്മളത് ശ്വസിക്കുവോ? ഇല്ല. അപ്പൊ കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നല്ലതാണെന്ന് വരുന്നില്ലല്ലോ. ഇനി അടുത്ത ഭാഗമാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഭാഗം വരുന്നത്. മോനെ, അതൊക്കെ ദൈവത്തിന്റെ പരിപാടിയാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്താ ദൈവത്തിന്റെ പരിപാടി? എനിക്ക് മനസ്സിലായില്ല അതെന്താ ഉദ്ദേശിച്ചതെന്ന്. അനീഷ് കാവാലം പാസ്റ്ററിനെ കൊണ്ട് ഇത്തരത്തിൽ വചനവിരുദ്ധത സംസാരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിപാടി എന്നാണോ? അതോ അനീഷ് കാവാലത്തിന് ഇത്രയും വേദി കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിപാടി? അല്ല, ദൈവത്തിന്റെ പരിപാടി അല്ല, സംഘാടകരാണ് വിളിക്കുന്നത്. ദൈവം അല്ല വിളിക്കുന്നത്, സംഘാടകരാണ് വിളിക്കുന്നത്. അപ്പൊ അത് ദൈവത്തിന്റെ പരിപാടിയാണ്. എനിക്ക് മനസ്സിലായില്ല അത് താങ്കൾ എന്താ ഉദ്ദേശിച്ചത്. വിട്ടുകളയൂ വെറുതെ തമ്പുരാന്റെ അടി വാങ്ങിക്കാതെ. അതും എനിക്ക് തീരെ മനസ്സിലായില്ല. ഏത് തമ്പുരാനെ നിങ്ങൾ പറയുന്ന തമ്പുരാൻ? ബൈബിളിലെ തമ്പുരാനെ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ ബൈബിളിൽ നിന്ന് കാണുന്നില്ല. ഒരാളെ വിമർശിക്കുന്നത് കൊണ്ട്, ഒരാളുടെ ആശയം തെറ്റാണെന്ന് പറയുന്നത് കൊണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അടിക്കുന്ന ഒരു തമ്പുരാനെ ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. താങ്കൾ അങ്ങനെ ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ എനിക്ക് വചന അടിസ്ഥാനത്തിൽ പറഞ്ഞു തരൂ, നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് തൽക്കാലം അത്തരം ഭയപ്പെടുത്തലുകൾക്കൊന്നും നമുക്ക് പ്രയോജനമില്ല. എനിക്ക് തീരെ ഭയമില്ല ആ കാര്യത്തിൽ. കാരണം അങ്ങനെ തമ്പുരാന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും ആ ഒരു കാര്യത്തിനോട് അത്രയുമാണ് പ്രതികരിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. അടുത്ത കമന്റ് ഒരു ഇംഗ്ലീഷ് കമന്റ് ആണ്. ഇതിങ്ങനെയാണ് പറയുന്നത്: അനീഷ് കാവാലം പാസ്റ്റർ ഈസ് എ ട്രൂലി ഹോളി മാൻ ഓഫ് ഗോഡ്, ഡോണ്ട് ജഡ്ജ് ഹിം. ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അനീഷ് കാവാലം പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ വിശുദ്ധനായ മനുഷ്യനാണെന്നാണ് പറയുന്നത്. എല്ലാവരും വിശുദ്ധരാ സിസ്റ്റർ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും വിശുദ്ധരാണ്. വിശുദ്ധരെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സിസ്റ്റർ അത് ചെയ്യേണ്ടത് ലേഖനങ്ങൾ വായിക്കണം. ഈ പഴയ നിയമത്തിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് ലേഖനങ്ങൾ എടുത്ത് വായിക്കണം. അതിനകത്ത് തുടക്കം പറയുന്നത് എഫെസോസ് സഭയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊരിന്ത് സഭയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഗലാത്യ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം വിശുദ്ധരായിട്ടാണ് ദൈവം എണ്ണുന്നത്. അതുകൊണ്ട് അനീഷ് കാവാലം പാസ്റ്ററിന് മാത്രം പ്രത്യേകമായിട്ടൊരു വിശുദ്ധി ദൈവം കൊടുത്തിട്ടില്ല. ഡോണ്ട് ജഡ്ജ് ഹിം. ഇല്ല, ജഡ്ജ് ചെയ്യും. കൃത്യമായിട്ട് അദ്ദേഹത്തെ നമ്മൾ വിമർശിക്കും. നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വചനവിരുദ്ധമാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കും. വാട്ട്സെവർ ഹി സെയ്സ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഈ കാര്യത്തിനോട് 100% യോജിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എല്ലാം കറക്റ്റ് ആണെന്നാണ് ഈ സഹോദരി കമന്റിൽ ഇട്ടിരിക്കുന്നത്. എന്താണ് കറക്റ്റ്? ബർത്ത്ഡേ ആഘോഷിക്കല്, അങ്ങനെ ആഘോഷിക്കുന്നവർക്ക് വട്ടുപിടിക്കും എന്ന് പറയുന്നതാണോ കറക്റ്റ്? അത് ഏത് വചനഭാഗത്ത് സിസ്റ്റർ കണ്ടതെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. ദാറ്റ് ഫാക്ട് അതർ പാസ്റ്റേഴ്സ് നെവർ സേ. വിവരമുള്ള പാസ്റ്റർമാർ പറയത്തില്ല. വചനത്തിൽ വിവരമുള്ള ഒരു പാസ്റ്റേഴ്സും ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ വേദികളിൽ കയറി പറയില്ല.
അതിനകത്ത് ഒരു പ്രശ്നം എന്താ, ഞാൻ ആദ്യമേ പറഞ്ഞിടത്ത് തന്നെ വീണ്ടും വരുന്നത്, ഈ TPM ഉപദേശത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് അനീഷ് കാവാലം പാസ്റ്റർ. TPM ഉപദേശത്തിൻ്റെ ഹാങ് ഓവറിലാണ്. ഞാൻ അതിന് വ്യക്തമായ തെളിവ് മുൻപേ ഞാൻ ഇട്ട ആ വീഡിയോയിൽ, അനീഷ് കാവാലം പാസ്റ്ററിനെ കുറിച്ചുള്ള ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് തെളിവിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ TPMൻ്റെ ഉപദേശമാണ് എന്നുള്ളത് വ്യക്തമായ തെളിവോടുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് പാസ്റ്റേഴ്സ് പറയാത്തത് പെന്തക്കോസ്റ്റ് സഭയുടെ പഠനമല്ലത്, ഉപദേശമല്ല. അതുകൊണ്ടാണ് മറ്റ് പാസ്റ്റേഴ്സ് അത് പറയാത്തത്. മനസ്സിലായോ? അനീഷ് കാവാലം പാസ്റ്ററിന് TPMൻ്റെ ഉപദേശങ്ങളുമായിട്ട് ചായ്വ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. മറ്റ് പെന്തക്കോസ് പാസ്റ്റേഴ്സ് അത് പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവർക്ക് ആ ബോധമുണ്ട്. ഒന്നാമത് പെന്തക്കോസിൻ്റെ ഉപദേശമല്ല, IPCയുടെ ഉപദേശമല്ല ഇത്. അതുകൊണ്ടാണ് അവരിത് പറയാത്തത്. രണ്ടാമത് അത് ബൈബിളിലില്ല, ബൈബിളികമല്ല. പിന്നെ മൂന്നാമത്, ഇതൊക്കെയാണോ വേദിയിൽ കയറി ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് സിസ്റ്ററിനുണ്ടായത്? ഇങ്ങനെ ഇപ്പം അനീഷ് കാവാലം പാസ്റ്റർ ഇത് പറഞ്ഞു, ബർത്ത്ഡേ ആഘോഷിക്കല്ലേ. ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന സോഷ്യൽ മീഡിയയിൽ കണ്ട ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ആത്മീക വർധനമാണ് ഉണ്ടായെന്ന് കൂടെ ഒന്ന് പറ. ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേക സന്തോഷം തോന്നുമോ? സിസ്റ്റർ നല്ലപോലെ ബൈബിൾ വായിക്കണേ. സോ ഹി പ്രീച്ചസ് ഓൺലി ക്രൈസ്റ്റ്. എവിടെ? ഏറ്റവും വലിയ തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ് സിസ്റ്റർ എഴുതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഹി പ്രീച്ചസ് ഓൺലി ക്രൈസ്റ്റ്. എവിടെ? ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടോ. യു കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സിസ്റ്റർ, അതിന് പ്രത്യേക ബുദ്ധി വേണ്ട. ബിക്കോസ് യു ആർ അഡിക്റ്റഡ് ഇൻ ദിസ് വേൾഡ്. മനസ്സിലായില്ല? അഡിക്റ്റഡ് ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ, എന്നെ വ്യക്തിപരമായിട്ട് സിസ്റ്ററിന് അറിയാമോ ഞാൻ എന്താണ്, ആരാണെന്ന് സിസ്റ്ററിന് അറിയത്തില്ല. ഞാൻ പിന്നെ എന്ത് അർത്ഥത്തിലാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളാണ്. കൃത്യമായി എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, ഭാര്യയുടെ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ബർത്ത്ഡേ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് കേക്കും മുറിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ ബലൂണും തൂക്കുന്നുണ്ട്, എല്ലാ പരിപാടീസും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ആ ഒരു കാര്യത്തിലാണ് സിസ്റ്റർ എന്നെ ഈ വേൾഡിന് അഡിക്റ്റ് ആണെന്ന് പറയുന്നതെങ്കിൽ അതങ്ങനെ തന്നെ. പ്ലീസ് ബോൺ അഗെയിൻ ബ്രദർ. ഓക്കെ, അപ്പം താങ്കൾ ഇതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് ഡോൺ ജഡ്ജ് ഹിം എന്നാണ്, അതായത് അനീഷ് കാവാലം പാസ്റ്ററിനെ വിധിക്കരുതെന്ന്. എന്നിട്ട് ഏറ്റവും ഈ കമന്റിന്റെ അവസാനം സിസ്റ്റർ എന്താ ചെയ്തിരിക്കുന്നത്? അത് തന്നെയല്ലേ, പ്ലീസ് ബോൺ അഗെയിൻ ബ്രദർ. ഞാൻ ബോൺ അഗെയിൻ ആണോ അല്ലയോ എന്നുള്ളത് സിസ്റ്ററിന് എങ്ങനെ അറിയാവുന്നത്? അപ്പോൾ അത് വിധിയാണ് അല്ലേ. അപ്പോൾ കമന്റ് ഇടുമ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി കമന്റ് ഇടാതെ ശ്രദ്ധിച്ച് കമന്റ് ഇടുക. ഓക്കെ, നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. തന്നെയാണ് പറഞ്ഞത്, ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പാസ്റ്റർ അനീഷ് കാവാലം നല്ലൊരു ദൈവ മനുഷ്യനാണ്, പ്ലീസ് വിധിക്കരുത് എന്നാണ് പറഞ്ഞത്. ഒരു പ്ലീഡിങ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് പോലെയാണ്. ദൈവത്തെ ഓർത്ത് പ്ലീസ് ദയവായി അദ്ദേഹത്തെ വിധിക്കരുത്. ഒരുപക്ഷെ അനീഷ് കാവാലം പാസ്റ്ററിൻ്റെ അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കും. ബ്രദറെ, നമ്മൾ വിധിക്കല്ല, ഇത് വിധിയല്ല, തീർച്ചയായിട്ടും ഇത് വിധിയല്ല. നമ്മൾ കൃത്യമായിട്ടും ഇദ്ദേഹം പറയുന്ന ബൈബിൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് താങ്കൾക്ക് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. അദ്ദേഹം നല്ലൊരു ദൈവമനുഷ്യനാണ്, ആകട്ടെ, നല്ല കാര്യം. അതിനാണല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നല്ല ദൈവമനുഷ്യനാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. താങ്കൾക്കും അതാകാൻ പറ്റും. അനീഷ് കാവാലം പാസ്റ്റർ മാത്രമല്ല, താങ്കൾക്കും അത്, താങ്കളെ അതിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വിധിയല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും മറ്റൊരു കമന്റിലേക്ക്. ഈ കമന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് അദ്ദേഹം കുറച്ച് വചനഭാഗങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കമൻ്റ് ആണത്. വളരെ മാന്യമായി തന്നെ അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ലോർഡ് ബ്രദർ, ഐ ആം നോട്ട് 100% സപ്പോർട്ട് ടു പാസ്റ്റർ അനീഷ്. പാസ്റ്റർ അനീഷ് കാവാലം പറയുന്ന കാര്യങ്ങൾ 100% അംഗീകരിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ അത് സെലിബ്രേറ്റ് ചെയ്യാതെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. അതെന്താണത്? ഈ വീഡിയോയിൽ പറയുന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ അത് സെലിബ്രേറ്റ് ചെയ്യാതെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന. സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച പ്രശ്നമാണോ? സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സന്തോഷങ്ങളെല്ലാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അതിപ്പോൾ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ക്രിസ്തുവിൽ സന്തോഷിക്കാമല്ലോ. അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വരുന്നു, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പം അത് ക്രിസ്തുവിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഒരു തെറ്റുമില്ല എന്ന് ശക്തിയുക്തം പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഒരു തെറ്റുമില്ല എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല.
നിങ്ങൾ ഏത് വചനം ഇതിനു വേണ്ടി എടുത്തുകൊണ്ട് വന്നാലും ഒന്നും ഫിറ്റ് ആകാൻ പോകുന്നില്ല അതുമായിട്ട് ഇത് ചേർന്ന് നിൽക്കത്തില്ല ആ വചനങ്ങൾ. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഇല്ല സത്യത്തിൽ. അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എനിക്ക് വയസ്സ് 68. 35 വർഷം മുൻപ് വരെ ന്യൂ ഇയർ, ഈസ്റ്റർ, ക്രിസ്മസ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാ വിധത്തിലും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഇന്നൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇത് ശലോമോൻ പറഞ്ഞതുപോലെയാണ്. ഈ ശലോമോൻ സഭാപ്രസംഗി പുസ്തകം എഴുതി പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് ഏതാണ്ട് ഭാഗത്തിൽ ഒരു മധ്യഭാഗത്തൊക്കെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് യാതൊരു കാര്യവും വിലക്കിയിട്ടില്ല. അതായത് എനിക്ക് തോന്നിയതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സഭാപ്രസംഗം എഴുതുമ്പോൾ ഇദ്ദേഹം അത്യാവശ്യം നല്ല മധ്യവയസ്സ് കഴിഞ്ഞ് അത്യാവശ്യം പ്രായമായ ഒരു വ്യക്തിയാണ്, ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ ലഭിച്ച വ്യക്തി. എന്നിട്ട് ഇദ്ദേഹം ഈ എന്താ പറയുക യൂത്തുകളെ അല്ലെങ്കിൽ പുതുതായിട്ട് പുതിയ ജനറേഷനെ ഈ ശലോമോൻ രാജാവ് ഉപദേശിക്കുന്നത്, നിങ്ങൾ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്ക് എൻ്റെ തോന്നിയതുപോലൊക്കെ ഞാൻ എൻ്റെ യൗവനകാലത്തൊക്കെ ഞാൻ നടന്നു. നിങ്ങൾ പക്ഷേ യൗവനകാലത്ത് തന്നെ ദൈവത്തെ കണ്ടെത്തിക്കോണം എന്ന് പറയുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ ഈ ബ്രദറും പറയുന്നത്. ഇദ്ദേഹം 68 വയസ്സുള്ള മനുഷ്യനാണ്. 35 വർഷം ഇദ്ദേഹം ഇതെല്ലാം ചെയ്ത് ഇപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ട് പുതിയ ജനറേഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിനകത്ത് ലോജിക്കെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് 2 മക്കൾ, അവരും ഇപ്പോൾ ആഘോഷിക്കുന്നില്ലെന്ന്. കഷ്ടം. ആ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ദുഃഖമാണുള്ളത്. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്, മറ്റു കുട്ടികളൊക്കെ ആഘോഷിക്കുമ്പോൾ അവരുടെ ഉള്ളിലും കാണില്ല. ഇതിങ്ങനെയൊക്കെയുള്ള ട്രോമ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാർ ഒരുപാട് അവരുടെ മക്കൾക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ട്രോമകൾ മറ്റുള്ള ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യാതെ വിടുക. ഈ വേർപാടും വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ. വേർപാടും വിശുദ്ധി എന്താണ് എന്നുള്ളത്, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്യും എന്തായാലും. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് വചനഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വചനഭാഗം ഇന്ന് ഒന്ന് നോക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, മദ്യപാനം ശരിയല്ല എന്നൊരാൾ പറയുമ്പോൾ അത് കേട്ട് ഞാൻ വല്ലപ്പോഴും ആകാമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടാകണം. ഒരു ബന്ധമില്ലാത്ത കാര്യം അദ്ദേഹം പറയുന്നത്. പോട്ടെ. അപ്പം ഗലാത്യർ 4:10 വായിച്ച് പഠിക്കാൻ അദ്ദേഹം പറയുന്നത്. ഗലാത്യർ 4:10 എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അപ്പം ഈ ഭാഗത്തിൽ ഈ മാസങ്ങളും വർഷങ്ങളും ആണ്ടുകളും ഒക്കെ ആചരിക്കുന്നു എന്ന് പറയുന്നത്, എൻ്റെ വീഡിയോയിൽ ഞാനത് യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും യഹൂദന്മാരെ കുറിച്ചാണ്. കാരണം ഇത് കൃത്യമായിട്ട് ഈ ഗലാത്യ ലേഖനം ആദ്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാരെക്കുറിച്ച് ഈ പറയുന്നതെന്നുള്ളത്. എൻ്റെ എനിക്ക് തൊട്ട് മുമ്പുള്ള ഭാഗം ഒക്കെ നോക്കിയാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതിനകത്ത് 5-ാം വാക്യത്തിനായിട്ടൊരു ഭാഗമുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വന്തനാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെ അവിടെ താഴോട്ട്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതിൻ്റെ 4:21 കണ്ടോ. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ. അപ്പം ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരാരാണ്? തീർച്ചയായിട്ടും ന്യായപ്രമാണത്തോട് താല്പര്യമുള്ളവർ. ന്യായപ്രമാണത്തോട് താല്പര്യമുള്ളവർ യഹൂദ മതത്തോടും താല്പര്യമുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവരോട് കൃത്യമായിട്ട് പറയുകയാണ്. അതായത് ഈ പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ മാസങ്ങളും ആണ്ടുകളും വർഷങ്ങളും ഒക്കെ ആചരിച്ച് ഇവരിങ്ങനെ പോവുകയാണ്. അത് ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ചൊന്നും അല്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവമേ വരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഒന്നാമത് ഈ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ താങ്കൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഗലാത്യ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്ക്. ആരോടാണ്, എന്തിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത് എന്ന് താങ്കൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. ഇത് വിക്കിപീഡിയയിൽ കിട്ടും. ഗൂഗിൾ എടുത്തിട്ട് വിക്കിപീഡിയയിൽ ഇത് അടിച്ചു കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് ഓഫ് എപ്പിസോഡ്സ് ഓഫ് ഗലേഷ്യൻസ് അടിച്ചു കൊടുത്താൽ താങ്കൾക്ക് ഇത് കിട്ടാനുള്ള കാര്യമുള്ളൂ. കൃത്യമായിട്ടത് പറയുന്നത്. താങ്കൾക്ക് ഇനി അധ്യായം തിരിച്ചാണോ വേണ്ടത്? എന്താണ് 4-ാം അധ്യായം, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് 3rd chapter എന്ന് അടിച്ചു കൊടുത്താൽ താങ്കൾക്ക് കിട്ടും. താങ്കൾ നോക്കാനുള്ള കാര്യമുള്ളൂ. എനിക്ക് ആ ചരിത്രം ഒന്നും പറഞ്ഞ അല്ലെങ്കിൽ ആ പശ്ചാത്തലം ഒന്നും പറയാനുള്ള സമയം ഈ വീഡിയോയിലില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി സഭാപ്രസംഗി 7:29 വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 7:29 പറയുന്നത്, ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നത്, ദൈവം മനുഷ്യനെ നേരിലുള്ളതായി സൃഷ്ടിച്ച അവരും അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച്. താങ്കൾക്ക് കറക്റ്റ് ആണെന്ന് തോന്നി ഈ വചനം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേരുള്ളവനായിട്ട് നിൽക്കേ.
ഇതെന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? ഈ വിശ്വാസ ജീവിതം എന്തിനാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? ശരിയാണ്, താങ്കൾ ക്രിസ്തുവിനെ അറിഞ്ഞു, താങ്കൾ ഈ മാമൂലുകളിൽ നിന്നെല്ലാം സ്വതന്ത്രനായി, അത്രേ ഉള്ളൂ. താങ്കൾ സന്തോഷമായിട്ട് ജീവിക്കേ. താങ്കളുടെ മക്കളുമായിട്ട്, താങ്കൾ ഭാര്യയുമായി, കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിനിടയിൽ ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നു, നിങ്ങൾ സന്തോഷിക്കേ, ആഘോഷിക്കേ, ക്രിസ്തുവിൽ എന്താ കുഴപ്പം? അപ്പോൾ നേരുള്ളവനായിട്ടല്ലേ നമ്മളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പോയാൽ പോരെ. എന്തിനീ സൂത്രപ്പണി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്? വളഞ്ഞ വഴികൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ ജീവിതത്തിന്റെ ഭംഗി കളയല്ലേ. സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇനി ഇയ്യോബ് 36:11. ഇത് എനിക്ക് വായിച്ചിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും. എന്താ പ്രശ്നം? അങ്ങനെ തന്നെയാണ് എല്ലാ വിശ്വാസികളും മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച ആളുകൾ, ക്രിസ്തുവിന്റെ വാക്കുകൾ, കൽപ്പനകൾ കേട്ട് അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ അനുസരിക്കുവാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനെന്താണ് പ്രശ്നം? താങ്കൾ എഴുതിയ വചനങ്ങളും ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിലും വളരെ കാര്യമായിട്ട് താങ്കൾ വചനമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകാം. അപ്പോൾ ഈ കമന്റിൽ അനീഷ് കാവാലം പറയുന്ന ആത്മീയതയെ ഗ്രഹിക്കാൻ താങ്കൾക്ക് താങ്കളുടെ ജഡീക ശരീരത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ലെന്നൊക്കെ പറയുന്നു. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ കേട്ടോ. അത് വളരെ എന്താണ്, ആഴമേറിയ എന്തോ ആത്മീയ ചിന്ത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. അനീഷ് കാവാലം പറയുന്ന ആത്മീയതയെ ഗ്രഹിക്കാൻ. ഇത് എന്ത് ആത്മീയതയാണ് അനീഷ് കാവാലം പറഞ്ഞത്? ബർത്ത്ഡേ ആഘോഷിക്കലെന്ന് പറയുന്നതിനകത്ത് എന്താ ആത്മീയത? താങ്കൾ ആദ്യം ആത്മീയത എന്താണെന്ന്, ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഗ്രഹിക്കാൻ താങ്കൾക്ക് താങ്കളുടെ ജഡീയ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലെന്ന്. അപ്പം ഇതാണ് ആത്മീയത എങ്കിൽ താങ്കൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ബ്രദർ. താങ്കൾ ഉദ്ദേശിക്കുന്ന ആത്മീയത എന്താണെന്ന്, ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ആത്മീയതയാണ് താങ്കൾ ഉൾക്കൊണ്ടിരിക്കുന്നതെങ്കിൽ താങ്കൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവിടെ വിടുകയാണ്, വേറെ കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല. ഓക്കെ, അടുത്ത കമന്റിലേക്ക് പോകാം. ഹായ് ബ്രോ, why you want to make it public? You can talk to him directly. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കമൻ്റായിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ഒരു കമൻറ്റ്. അപ്പോൾ ബ്രദർ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, അനീഷ് കാവാലം ഇതൊരു വീട്ടിനകത്തിരുന്നോ അദ്ദേഹത്തിൻ്റെ തന്നെ സഭയ്ക്കുള്ളിൽ ഇരുന്നോ പറഞ്ഞ ഒരു കാര്യമല്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, അത് പ്രമാണമില്ല എന്നൊക്കെ അദ്ദേഹം പരസ്യമായൊരു കൺവെൻഷനിൽ പറഞ്ഞതാണ്. പതിനായിരക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന കാര്യമാണ്, എല്ലാവരും കേട്ടു. ഇതിൽ ഞാൻ അനീഷ് കാവാലം പാസ്റ്ററിനെ വ്യക്തിപരമായിട്ട് വിളിച്ച് പറയുന്നത് കൊണ്ട് ഇത് കേട്ട ഈ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അപ്പോൾ അത് അവർക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ പറയണ്ടേ. പബ്ലിക്കായിട്ട് പ്രസംഗിച്ച ഒരു കാര്യത്തെ പബ്ലിക്കായിട്ട് വിമർശിക്കാൻ പറ്റത്തുള്ളൂ ബ്രദർ. അതുകൊണ്ടാണ് എന്നെ പബ്ലിക്കാക്കി ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കമന്റിലേക്ക് പോവാം. ഓക്കെ, ഈ കമന്റ് കണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ അതിനകത്ത് അദ്ദേഹം കുറച്ച് ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് സംസാരിച്ചിരിക്കുന്നത്. നിനക്കും ദൈവവചനത്തെക്കുറിച്ച് ഒരു ധാരണയില്ല, TPM-നോട് വല്ലാത്ത കുശുമ്പുണ്ടല്ലേ. എനിക്കെന്തിനാണ് TPM-നോട് കുശുമ്പ്? ഒരു പ്രസ്ഥാനത്തോട് ഞാൻ എന്തിനാ കുശുമ്പ്? കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ LKG പിള്ളേരൊക്കെ പറയുന്ന ആ ഒരു നിലവാരമാണ് ഈ കമന്റിൽ എനിക്ക് തോന്നിയത്. നിനക്ക് ദൈവവചനത്തെക്കുറിച്ച് ധാരണയില്ലേ? അത്യാവശ്യ ധാരണ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഉപദേശം ബൈബിളികമല്ല എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടാനുള്ള കാരണം ബ്രദർ. തീർച്ചയായിട്ടും എല്ലാവർക്കും ചില കാര്യങ്ങളെക്കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ടല്ലോ. ആരും ഒന്നും അറിയാത്തവരല്ല. അത്യാവശ്യം ധാരണയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അത്യാവശ്യം ബൈബിളിലെ ധാരണയുണ്ട്. ആ ധാരണ, ഞാൻ മനസ്സിലാക്കിയ ധാരണയിൽ നിന്ന് വളരെ വിഭിന്നമായി അനീഷ് കാവാലം പ്രസംഗിച്ചത് കൊണ്ടാണ് വിമർശിച്ചത്. TPM-നോട് വല്ലാതെ എനിക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കമൻറ്റ് പറയാനില്ല. ഇപ്പം ഞാൻ കുശുമ്പില്ല എന്ന് പറയണോ? കുഞ്ഞു പിള്ളേർ പറയുന്ന പോലെ എനിക്ക് ഒരു പ്രസ്ഥാനത്തോടും കുശുമ്പില്ല, ഒന്നിനോടും. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. പക്ഷേ പ്രസ്ഥാനം ക്രിസ്ത്യൻ വിഭാഗമാണെന്ന് പറയുകയും ക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിക്കുകയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പറയാതെ മാനുഷികമായിട്ടുള്ള കൽപ്പനകളും
ഉപദേശങ്ങളൊക്കെ കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തോട് കുശുമ്പല്ല, ശക്തമായ എതിർപ്പുണ്ട്. അതാണ് കേട്ടോ. ഓക്കെ, അടുത്ത കമൻറ്റിലേക്ക് പോവാം. ഇത് ഒരു 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 ചോദ്യമാണ്, ഒരു ഡൗട്ട് പോലെ ഒരു ബ്രദർ ചോദിച്ചിരിക്കുന്നതാ. ആനുവൽ കൺവെൻഷൻ ആണ്ടവസാന യോഗം നടത്താൻ പ്രമാണമുണ്ടോ? എല്ലാ പെന്തക്കോസുകാരോടും കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം നമ്മുടെ അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കേണ്ടത്. ഞാനിത് പബ്ലിക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ചോദിക്കുകയാണ്. ഈ കമൻറ്റ് ബോക്സിൽ അനീഷ് കാവാലം പറഞ്ഞത് ശരിയാണ് 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 എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ ആനുവൽ കൺവെൻഷൻ നടക്കുക, അതായത് ഡിസംബർ 31 നമ്മളൊരു മീറ്റിംഗ്, എന്തായാലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെന്തക്കോസ്ത സഭകളും ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളും ഒക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ആണ്ടറുതി പ്രാർത്ഥന എന്ന് പറയുന്നത്, ആണ്ടവസാന പ്രാർത്ഥന. എല്ലാവരും ഒത്തുകൂടുന്നു. 12 മണിയാകുമ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ചുവടെടുത്ത് മുന്നോട്ട് വെക്കുന്നു, പുതിയ സങ്കീർത്തനം വായിക്കുന്നു, അങ്ങനെ ഒരുപാട് പരിപാടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ തോരണം കിട്ടും, അതുപോലെ തന്നെ എന്താണ് ബലൂൺ ഇടും, എന്തെല്ലാം പരിപാടീസ് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെക്കും. പറ്റുമെങ്കിൽ കേക്കും മുറിക്കാം, ഒരു സംശയമില്ല. കേക്ക് കൊടുക്കുന്നുണ്ട്, ഒട്ടുമിക്ക സഭകളിലും കേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ആഘോഷിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനാണെങ്കിൽ ഇരട്ടത്താപ്പാണ് കേട്ടോ. നിങ്ങൾ ഈ ആണ്ടവസാന പ്രാർത്ഥന ചെയ്തുകൊണ്ട് അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞത് ശരിയാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഇരട്ടത്താപ്പാണ്, ഡബിൾ സ്റ്റാൻഡാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആണ്ടവസാന പ്രാർത്ഥന നിർത്തണം. കാരണം ഈ ആണ്ടവസാന ആഘോഷം ശരിക്കും പറഞ്ഞാൽ റോമൻ പാഗൻ മതത്തിൽ നിന്ന് വന്ന ആഘോഷമാണ്. അതും നമ്മളത്, ഞാൻ പറയട്ടെ, ഒരു പ്രത്യേക ദിവസം നമ്മൾ തിരഞ്ഞെടുത്ത് ദൈവത്തിൽ സന്തോഷിക്കാൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? ദൈവത്തിനെ ആരാധിക്കാൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഒരു കുഴപ്പമില്ല. നമുക്ക് എപ്പം വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാമല്ലോ, നമുക്ക് എപ്പം വേണമെങ്കിലും കർത്താവിൽ സന്തോഷിക്കാമല്ലോ, കൂടി വരാമല്ലോ, അതൊരു വിഷയമല്ല. അതുകൊണ്ട് 31 എന്താണ് പുതിയ, അല്ലെങ്കിൽ നമ്മൾ ആണ്ടറുതി പ്രാർത്ഥന ചെയ്യുന്നത് കൊണ്ടോ ആണ്ടവസാന കൺവെൻഷൻ ചെയ്യുന്നത് കൊണ്ടോ ദൈവം കോപിക്കത്തൊന്നുമില്ല. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഒന്നാമത്, ദൈവത്തിന് ഈ മാസവും വർഷമൊക്കെ ഉണ്ടോ? അതാദ്യം ഒന്ന് ചിന്തിച്ചേ. ഈ ടൈമിനപ്പുറം നിൽക്കുന്ന, എറ്റേണിറ്റിയിൽ നിൽക്കുന്ന ദൈവത്തിന് എന്ത് മാസം, എന്ത് വർഷം, നമ്മൾ മനുഷ്യർ പ്രത്യേക ഒരു മാസം എടുത്ത് ആ മാസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നതായി പ്രശ്നം. അത് നമ്മളോട് പറഞ്ഞിരിക്കുക, അത് അങ്ങനെ നോക്കണ്ടെന്ന്, മനസ്സിലായോ? അങ്ങനെ പ്രത്യേകിച്ച് നോക്കാം. അത് ഞാൻ പറയട്ടെ, അതൊരു സ്പെസിഫിക് കോണ്ടസ്റ്റാണ്. ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ യഹൂദന്മാർ, അല്ലെ യഹൂദ മതത്തോട് പ്രത്യേക ചായ്വുള്ള ആളുകൾ ചില പ്രത്യേക ദിവസങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് അതിൽ യാഗം നടത്തുന്നു. ചിലവർ ശബ്ബത്ത് ആചരിക്കുക, ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ട്. അതിൻ്റെ ആവശ്യമില്ലെന്ന് ബൈബിളിൽ പറയുകയാണ്. ശബ്ബത്ത് ആചരിക്കണ്ട, അത് പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതല്ല. അതിനെയാണ് പൗലോസ് വിമർശിക്കുന്നത്, അതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അത് കൃത്യമായിട്ട് അതിൻ്റെ കോണ്ടസ്റ്റ് നിങ്ങൾ മനസ്സിലായി. വേണമെങ്കിൽ അത് മാത്രം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഈ ആണ്ടറുതി പ്രാർത്ഥന അല്ലെങ്കിൽ ആണ്ടവസാന കൺവെൻഷൻ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികളും ഇതിന് മറുപടി പറയണം കേട്ടോ. അങ്ങനെയുള്ള വിശ്വാസികൾ അനീഷ് കാവാലം പാസ്റ്റർ പറഞ്ഞ ബർത്ത്ഡേ ആഘോഷിക്കലെന്ന് പറയുന്ന പ്രമാണത്തോട് അല്ലെങ്കിൽ ആ ഉപദേശത്തോട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇരട്ടത്താപ്പാണത്, അങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ രണ്ടും ആഘോഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ രണ്ടും ആഘോഷിക്കുക. ഓക്കെ, അടുത്ത കമന്റിലേക്ക് പോവാം. ബർത്ത്ഡേ ആഘോഷിച്ചാൽ നരകത്തിൽ പോകും. ബ്രദറെ, ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ബർത്ത്ഡേ ആഘോഷിച്ചാൽ നരകത്തിൽ, അതെന്താണ് ബ്രദർ? എങ്ങനെയായി ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്? ബ്രദറിന്റെ സംശയമാണെങ്കിൽ എനിക്ക് ആ സംശയത്തോട് പോലും എനിക്ക് എതിർപ്പുണ്ട്. കാരണം എങ്ങനെയാ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഏത് ദൈവത്തെയാണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ദൈവം ഏതാ? ഈവൻ പഴയ നിയമത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ പോലും ഇങ്ങനൊരു സംഭവം കാണുന്നില്ല. ഈ ബർത്ത്ഡേ ആഘോഷിച്ച ദൈവത്തെ ആഘോഷിച്ച നരകത്തിൽ പോകത്തില്ല, നരകത്തിൽ പോകത്തില്ലെന്ന്. അത് കുഴപ്പമില്ല ബ്രദറെ, ധൈര്യമായിട്ട് ആഘോഷിച്ചു. ബ്രദറിന് മക്കളുണ്ടെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക കേട്ടോ, സന്തോഷിക്കുക. ഓക്കെ, ഇനി ഒരു കമൻറ്റ് കൂടെയാണ് ഇതിനകത്തുള്ളത്, അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. ഞാൻ പറയുന്ന എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൺവെൻഷനിൽ ക്രിസ്തുവിനെ ഉയർത്തുക, ഇതാണ് നമ്മൾ ഈ ചാനലിലൂടെയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അനീഷ് കാവാലം പാസ്റ്റർ അടക്കമുള്ള എല്ലാ പാസ്റ്റർമാരോടും പൊതുവായിട്ട് പറയാനുള്ള, നിങ്ങൾക്ക് വേദി കിട്ടുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കണം. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടാണ്. നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നിർത്തി. നിങ്ങൾ ആരെയും ഉപദേശിക്കുന്നത്?
ഇത്രയും വിവരവും ബോധമുള്ള മനുഷ്യരെ നിങ്ങൾ ഈ സില്ലി കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാതെ. അങ്ങനെ ഉപദേശിക്കുന്നത് കൊണ്ട് മനുഷ്യൻ നന്നാകില്ല, നന്നാകില്ല, നന്നാകില്ല. അങ്ങനെ നന്നാകുമായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്തു വരേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യാനിറ്റി ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്തോരം മതങ്ങൾ വേറെ ഉണ്ട്. ആ മതങ്ങളിലൂടെ മനുഷ്യൻ നന്നാകത്തില്ലായിരുന്നോ? ഇങ്ങനെ പറയാനാണെങ്കിൽ അങ്ങനെ നന്നാകത്തില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മനുഷ്യന്റെ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സദാചാരം പറഞ്ഞു കൊടുത്താൽ മനുഷ്യൻ നന്നാകുമെന്നത് വെറും വ്യാമോഹമാണ്. ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ ക്രിസ്തു ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് ധ്യാനിക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യാതെ ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഡിയർ പാസ്റ്റേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സദാചാരം വിളമ്പുന്ന ആ ഒരു പരിപാടി കൺവെൻഷൻ വേദികളിൽ നിന്ന് മാറ്റണം. നിങ്ങൾ ശരിക്കും ഇങ്ങനെ സദാചാരം പറയുമ്പോൾ കോമാളികളാകുകയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. പുതിയ തലമുറ നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ് ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കാനും ക്രിസ്തുവിനെ ആരാധിക്കാനും അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ സദാചാര പരിപാടി അവർക്ക് തീരെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തിനീ സദാചാരം പറയുന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ പറയേണ്ടത് അവിടെയും, കൺവെൻഷനിൽ പറയേണ്ടത് അവിടെയും പറയണം. അല്ലാതെ നമ്മൾ ഈ ഇൻസൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ കൺവെൻഷൻ വേദികൾ ഇത്ര പരസ്യമായിട്ട് ഒരിക്കലും പറയരുത്. അതാണ് നമ്മൾ ആദ്യം അതൊരു പരിജ്ഞാനമാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞൊരു വിവരം, ഒരു ബോധമൊക്കെയാണത്. പരിശുദ്ധാത്മാവ് നൽകേണ്ട ആവശ്യമില്ല ആ ബോധവും വിവരവും. അതിന് സാമാന്യ ബുദ്ധി മതി, യുക്തി മതി. ഇത് നമ്മൾ ഈ വീടുകളിൽ പറയേണ്ട കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ സഭ ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. സഭ ഒരു ക്ലോസ്ഡ് സൊസൈറ്റി, അതിനകത്ത് നിൽക്കണം. 4 ചുവരുകൾക്കുള്ളിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അവിടെ അല്ലാതെ കൺവെൻഷൻ വേദികളൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തേണ്ടത്. ആ ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ടാണ് സഭയ്ക്കകത്ത് വരേണ്ടത്. നിങ്ങൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഈ ദൈവത്തെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അനിൽക്കാവലം ഭാഷ യഥാർത്ഥത്തിൽ വാചന വിരുദ്ധമെന്ന് മാത്രമല്ല സുവിശേഷത്തിന് തന്നെ വിരുദ്ധമാണ്. അത് ക്രിസ്തുവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പോലും തടയുന്ന അല്ലെങ്കിൽ അവരെ മനം മടിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് താങ്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ദൈവരാജ്യത്തിനെതിരായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രസംഗങ്ങൾ, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നിർത്തുക. അതുപോലെ തന്നെ ഇനിയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കമന്റ് ഇടാം കേട്ടോ. അത് നിലവാരമുള്ള കമന്റുകൾ, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. ഞാൻ പറയുന്ന വീഡിയോയിലകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും വിമർശനത്തിന് അതീതനായ ഒരു വ്യക്തിയല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് കമന്റുകൾ ഇടാം. ആ കമന്റിനെല്ലാം ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ തീർച്ചയായിട്ടും തരാം. നിങ്ങൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിടുന്ന എല്ലാ കമന്റുകളും സമയം പോലെ ഇരുന്ന് കൃത്യമായി വായിക്കുന്ന വ്യക്തിയാണ്. അതിപ്പോൾ 100 അല്ല 1000 കമന്റുകൾ വന്നാലും വായിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിൽ റെലവന്റ് എന്ന് തോന്നുന്ന കമന്റുകൾ ഇനിയും ഞാൻ റിയാക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് വിമർശനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിമർശിക്കാം. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അന്ന് പറഞ്ഞ കാര്യം തന്നെ ഇന്നും വീണ്ടും പറയുന്നു. ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുക. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ആനിവേഴ്സറി ആഘോഷിക്കാം. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം. ദൈവം ഇതിനൊന്നും എതിരല്ല. ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ കഴിയുന്നുണ്ടോ? അത് മാത്രം ശ്രദ്ധിക്കുക. ബൈ.